وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ഖുർആൻ പഠിതാക്കളെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അവന്റെ പൊരുത്തത്തിന്, സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സനാബിൽ ഖുർആൻ പഠന പദ്ധതി അതിന്റെ 9ാം ഘട്ടത്തിലേക്ക് ഇൻഷാ അള്ളാഹ് പ്രവേശിക്കുകയാണ്. 8 ഘട്ടം അവസാനിച്ചു. ഒരു ഘട്ടത്തിൽ 5 റൗണ്ടുകളാണ് ഉള്ളത്. 5 റൗണ്ടുകൾ, ഒരു റൗണ്ട് ഒരു മാസമാണ്. അപ്പോൾ 5 റൗണ്ടുകൾ കഴിയുമ്പോൾ 5 മാസങ്ങൾ കഴിയും. ഇങ്ങനെ 8 ഘട്ടങ്ങളിലായി 40 മാസം പിന്നിട്ടിരിക്കുകയാണ്. 40 മാസം പിന്നിട്ടിരിക്കുകയാണ്. 24ാം അധ്യായമായ സൂറത്തുൻ നൂറിൽ നിന്ന് 18ാമത്തെ ജുസ്ഇൽ നിന്നാണ് നാം ക്ലാസ് സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ ഏറ്റവും അപാരമായ തൗഫീഖ് അതൊന്നുകൊണ്ട് മാത്രം ഇന്ന് 61 സൂറത്തുകൾ പൂർണ്ണമായി അർത്ഥസഹിതം പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഇപ്പോൾ 85ാമത്തെ അധ്യായം സൂറത്തുൽ ബുറൂജ് അതിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അതിലുള്ള ഓരോ ചിന്തകളും പാരായണങ്ങളും നമുക്ക് പുണ്യമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം റഹ്മാനായ റബ്ബ് ഒരുപാട് പുണ്യങ്ങൾ അതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്ന ചിന്തയുണ്ടാകണം. വെറും പാരായണത്തിന് വേണ്ടി മാത്രമല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും, വിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് നമ്മോട് സംവദിക്കുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. ആ റബ്ബിന്റെ സംസാരം കേൾക്കാൻ, ഉപദേശങ്ങൾ കേൾക്കാൻ, ചെവി കൊടുക്കാൻ തീർച്ചയായും നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കേൾക്കുക മാത്രമല്ല, പഠിക്കുന്ന ഓരോ പോയിന്റുകളും, ഓരോ ആയത്തുകളും, ഓരോ കെലിമത്തുകളും അത് കൃത്യമായി പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുകയും ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, അഹ്ലുൽ ഖുർആനിന്റെ വിഭാഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം 18ാമത്തെ ജുസ്ഇൽ നിന്ന് ആരംഭിച്ച് 30ാമത്തെ ഈ ജുസ്ഇൽ എത്തി നിൽക്കുമ്പോൾ, 85ാമത്തെ സൂറത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞുപോയ 40 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച് കഴിഞ്ഞുപോയ മാസങ്ങളിലേക്ക്, കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. ഇനിയും വിശുദ്ധ ഖുർആനിന്റെ പഠനം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലയളവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, ഈ സനാബിലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പലരും മരണപ്പെട്ടു പോയവരാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാവട്ടെ. ഇടയ്ക്ക് വെച്ച് നമ്മിൽ നിന്ന് രോഗം കാരണത്താൽ, മറ്റും പല കാരണത്താൽ ഇതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന
അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലെ മുഴുവൻ കുടുംബ അംഗങ്ങളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാതിൽ ബുറൂജ്. കഴിഞ്ഞ സൂറത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ഉണർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളിൽ സത്യം ചെയ്തു പറയാറുണ്ട്. നമ്മൾ വിശദീകരിച്ചല്ലോ. അതേപോലെ ഇവിടെ സൂറത്തുൽ ബുറൂജിലെ 3 ആയത്തുകളിലൂടെ 4 കാര്യം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഏതെല്ലാം കാര്യം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്? ഒന്നാമത്തെ സത്യം സത്യത്തിന്റെ വാവാണത്. ഖസമിന്റെ വാവ് എന്ന് പറയും. സത്യം. എന്ത് കൊണ്ട് സത്യം? അസ്സമാ, മുകളിൽ നമ്മൾ കാണുന്ന ആകാശം. ആ ആകാശം കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറയാൻ, ആകാശം തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ് സത്യം. എങ്ങനെയുള്ള ആകാശം? ദാതിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള. ബുറൂജ് മണ്ഡലങ്ങൾ, നക്ഷത്രമണ്ഡലങ്ങൾ, ദാത്ത് ഉടയ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. ഒന്നാമത്തെ സത്യം അതാണ്. നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ദാത്തിൽ മനാസിലിൽ മുസ്തമിലതി അലാ മനാസിലിശ് ശംസി വൽ ഖമർ. വിവിധ ഘട്ടങ്ങളുണ്ട്. ആകാശത്തിന് വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും അതേപ്രകാരം വ്യവസ്ഥാപിതമായ നക്ഷത്രങ്ങളുമെല്ലാം അതിൻ്റെതായ സഞ്ചാരങ്ങൾക്ക് കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ ഘട്ടം റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. വൽ കവാകിബിൽ മുൻതളിമതി ഫീ സിയരിഹ, അതിന്റെ സഞ്ചാരങ്ങൾക്ക് എപ്പോൾ സഞ്ചരിക്കണം, എവിടെ നിന്നാണ് തുടക്കമുണ്ടാകേണ്ടത്, എവിടെയാണ് അതിന്റെ ഒടുക്കമുണ്ടാകേണ്ടത്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, എല്ലാത്തിനും കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ആ തീരുമാനങ്ങളെല്ലാം, ആ വ്യവസ്ഥകളെല്ലാം വളരെ സമ്പൂർണമാണ്. ആ ക്രമീകരണങ്ങൾ സമ്പൂർണമാണ്. വേറെ മനുഷ്യരുണ്ടാക്കുന്ന ഏതൊരു ക്രമീകരണങ്ങൾക്കും തെറ്റുകൾ പറ്റാം. എത്ര വലിയ സജ്ജീകരണങ്ങളാണെങ്കിലും തെറ്റുകൾ പറ്റാം. എന്നാൽ അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥാപിത ക്രമീകരണത്തിന് ഈ കാലം വരെയും സൂര്യനൊരു തെറ്റ് പറ്റിയിട്ടില്ല, നക്ഷത്രങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഒരു ഗോളങ്ങൾക്കും ഒരു തെറ്റുകളും പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്, അതെല്ലാം വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ് എന്നതാണ് കൃത്യമായിരിക്കുന്ന കാരണം. അതുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു പറയുന്നു, വസ്സമാഇ ദാതിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. ഈ വ്യവസ്ഥകൾ ഇത്രയും കാലമായിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും സൂര്യന് തെറ്റുപറ്റിയിട്ടില്ല, സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, അതിന്റെ ഉദയ അസ്തമന സ്ഥലങ്ങൾ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എല്ലാം അല്ലാഹു തആല തീരുമാനിച്ച ആ വ്യവസ്ഥക്കനുസൃതമായി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് റഹ്മാനായ റബ്ബിന്റെ, അള്ളാഹുവിന്റെ അലാ കമാലി ഖുദ്റത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ കഴിവിനെയാണ് ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ വിജ്ഞാനവും അവന്റെ ഹിക്മത്തും എത്രമാത്രമുണ്ട് എന്ന ആ അതിശക്തമായ വിശാലതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഒന്നാമത്തെ സത്യം വസ്സമാഇ ദാതിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. രണ്ടാമത്തെ സത്യം വൽ യൗമിൽ മൗഊദ്, വൽ യൗം, ദിവസവും തന്നെയാണ് സത്യം. ഏത് ദിവസം? അൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. ഏതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം? വഹുവ യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമാണത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം, ആ ദിവസത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാം. എങ്ങനെയുള്ള അന്ത്യനാളാണ്? അല്ലദീ വഅദല്ലാഹുൽ ഖൽഖ അൻ യജ്മഅഹും ഫീഹി വയളുമ്മ ഫീഹി അവ്വലഹും വആഖിറഹും. ആദ്യ കാലഘട്ടക്കാരെയും അവസാന കാലഘട്ടക്കാരെയും, ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും, അതേപ്രകാരം അടുത്തുള്ളവരാകട്ടെ അകന്നുള്ളവരാകട്ടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് സൃഷ്ടികളാകുന്ന ആളുകളോട് അള്ളാഹു വാഗ്ദാനം ചെയ്ത, ഒരു മാറ്റവും വരാത്ത, ലാ യുംകിനു അൻ യതഗയ്യറ,
ഒരു മാറ്റവുമില്ലാത്ത ഒരു ദിവസമാണത്. അന്ത്യനാൾ. അള്ളാഹുവിന്റെ തീരുമാനം എന്നാണോ അന്ന് ആ ദിനം വരും. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം. അള്ളാഹു വലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, ഒരിക്കലും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചാണ് അള്ളാഹു തആല പറഞ്ഞത് വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം തന്നെയാണ് സത്യം. ഇപ്പൊ രണ്ട് സത്യങ്ങളായി. ഒന്ന് നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. രണ്ടാമത്തെ വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം തന്നെയാണ് സത്യം. മൂന്നാമത്തെ സത്യം വശാഹിദിൻ വമഷ്ഹൂദ്, വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ് സത്യം. ഷാഹിദ് സാക്ഷി, മഷ്ഹൂദ് സാക്ഷി നിൽക്കപ്പെടുന്നത്, സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. ഷാഹിദിയും വമഷ്ഹൂദ്, സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. 3 ആയത്തുകളിലൂടെ 4 കാര്യം അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. എന്താണ് ഇവിടെ സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ ഇതിന് കൊടുത്തതായി കാണാം. ഏതായിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ഉൾക്കൊള്ളുന്ന സാക്ഷ്യമാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഈ ലോകത്ത് വിവിധങ്ങളായ സാക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷികളുണ്ട്. ഒരു സാക്ഷിയില്ലാതെ ഒരു കാര്യവും എനിക്കും നിങ്ങൾക്കും ലോകത്ത് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയോ? ഒരാളും കാണാതെ, ഒരാളും അറിയാതെ, ഒന്നും അറിയാതെ ഒരു കാര്യവും ലോകത്ത് മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. വിവിധങ്ങളായ സാക്ഷികൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ സാക്ഷികളെ അവിടെ ഹാജരാക്കപ്പെടും. അല്ലേ? അവിടെ ഹാജരാക്കപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ നേർക്കുനേരെ സാക്ഷിയാക്കപ്പെടുന്ന ധാരാളം സാക്ഷികൾ വിശുദ്ധ ഖുർആനിലൂടെ, അതേപ്രകാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാക്ഷികളായി പലതുമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിന് സാക്ഷിയാണ്. മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറഞ്ഞു. ഈ സമുദായം മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സാക്ഷിയായതുപോലെ ഈ സമുദായം മറ്റുള്ള സമുദായങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ അവയവങ്ങൾ സാക്ഷിയായിരിക്കുമെന്ന് സൂറത്തു യാസീനിൽ അല്ലാഹു തആല പറഞ്ഞു. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതേ പ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമി സാക്ഷിയാണ്. അള്ളാഹു സാക്ഷിയാണ്. മലക്കുകൾ സാക്ഷിയാണ്. വിവിധങ്ങളായിരിക്കുന്ന സാക്ഷികൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അതേപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാക്ഷിയും സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. സത്യം ചെയ്തുകൊണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? 4-ാമത്തെ ആയത്തിൽ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഖുതില നശിച്ചു പോകട്ടെ, കൊല്ലപ്പെടട്ടെ, നശിച്ചു പോകട്ടെ. അസ്ഹാബ് ആളുകൾ, അൽ ഉഖ്ദൂദ് കിടങ്ങിന്റെ ആളുകൾ, കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ. 4 കാര്യം സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് ആ കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ. വഹാദാ ദുആഉൻ അലൈഹിം ബിൽ ഹലാഖ്, ഇതവർക്കെതിരെയുള്ള നാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അവിശ്വാസികൾക്കെതിരെയുള്ള നാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. എന്തിനാണ് ഉഖ്ദൂദ് എന്ന് പറയാ? ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ അൽ ഹുഫറുല്ലതി തുഹ്ഫറു ഫിൽ അർളി, ഭൂമിയിൽ കുഴിക്കുന്ന കുഴികളാണ്. ഭൂമിയിൽ കുഴിക്കുന്ന കുഴികൾക്കാണ് എന്ത് പറയാ? ഉഖ്ദൂദ്, കിടങ്ങ് എന്ന് പറയുന്നത്. വകാന അസ്ഹാബുൽ ഉഖ്ദൂദി ഹൗലാഇ ഖൗമൻ കാഫിരീൻ, ആ കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരാരാണ്? ആ ആൾക്കാർ അത് ഹൗലാഇ ഖൗമൻ കാഫിരീന, അവിശ്വാസികളായ ജനതയാണ് കിടങ്ങിന്റെ ആളുകൾ. മനസ്സിലായില്ലേ? വലദൈഹിം ഖൗമും മുഅ്മിനീന, ഇനി ഏതാണ് ഈ സമൂഹം? ഏത് കാലഘട്ടക്കാരാണ്? എന്ത് കുഴികളാണ് അവർ കുഴിച്ചത്? അതിനൊക്കെ വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങളും ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഏത് ആളുകളായിരുന്നാലും അവർ ഏത് കാലഘട്ടക്കാരായിരുന്നാലും അവർ അവിശ്വാസികളായിരുന്നു. എന്നിട്ട് അവരെന്തിനായി ഈ കുഴി കുഴിച്ചത്? അല്ലാഹു തആല ആക്ഷേപിക്കാൻ മാത്രമുള്ള എന്ത് ബാധകമാണ് അവർ ചെയ്തത്? വലദൈഹിം ഖൗമും മുഅ്മിനീന, ഈ അവിശ്വാസികളായ ആളുകളുടെ അരികെ വിശ്വാസികളായ ഒരു സമൂഹമുണ്ടായിരുന്നു. വിശ്വാസികളുണ്ട്, അതോടൊപ്പം അവിശ്വാസികളാകുന്ന ആളുകളുമുണ്ട്. ഫറാവദൂഹും അല ദുഖൂലി ഫീ ദീനിഹിം,
അവിശ്വാസികളായ ആളുകൾ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള, അവരുടെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമം അവർ നടത്തി. അവിശ്വാസികളും കൂടെ വിശ്വാസികളെയും കൂടെ അവരുടെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വല്ലാത്ത ശ്രമം നടത്തി. അവരെ വിളിച്ചു, നിങ്ങൾ ഞങ്ങളെ മതത്തിലേക്ക് ഇങ്ങോട്ട് പോരി, ഇവിടെയാണ് സുഖം, ഇതാണ് നല്ലത് എന്ന് അവർ പറഞ്ഞു. പക്ഷേ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം വലിച്ചെറിഞ്ഞുകൊണ്ട് അവിശ്വാസത്തിലേക്ക് പോകാൻ വിശ്വാസികൾ ഒരിക്കലും കൂട്ടാക്കിയില്ല. അവർ തയ്യാറായില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും അക്രമങ്ങളും അവർക്കുണ്ടായപ്പോഴും അവരുടെ മതത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ അവർ കൂട്ടാക്കിയില്ല. ആ സമയം അവിശ്വാസികൾ അവർ ഭൂമിയിൽ ഒരു കിടങ്ങുണ്ടാക്കി, വലിയ ഒരു കുഴി കുഴിച്ചു. എന്നിട്ടോ വലിയ ഒരു കിടങ്ങുണ്ടാക്കിയിട്ട് അതിൽ തീ കത്തിച്ചു, ശക്തമായ തീയിട്ടു. എന്നിട്ടോ ഈ അവിശ്വാസികൾ അതിന്റെ ചുറ്റും ഇരുന്നു, ആഹ്ലാദ തിമിർപ്പിൽ അവർ ഇരുന്നു. എന്നിട്ട് മുഅ്മിനീങ്ങളായ വിശ്വാസികളാകുന്ന ആളുകളെ അവർ പീഡിപ്പിച്ചു, ശക്തമായ പീഡനം. തീ കാണിച്ചു കൊടുത്തു. ദാ അവിടെ ശക്തമായിരിക്കുന്ന കുഴിയുണ്ടാക്കിയിരിക്കുന്നു, അതിൽ തീ കൂട്ടിയിരിക്കുകയാണ്, തീയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു ക്ഷണിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് പോയ ആളുകളെ അവര് വെറുതെ വിട്ടു. എന്നാൽ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്ന വിശ്വാസികളെ ഈ അവിശ്വാസികളാകുന്ന ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? ഖദഫൂഹു ഫിന്നാർ, അവരുണ്ടാക്കിയ ആ ശക്തമായ അഗ്നിയിലേക്ക്, ആ തീകുണ്ടാരത്തിലേക്ക് പച്ചയായ ഈ മനുഷ്യരെ തീയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു കൊന്നുകളഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല എന്താണ് ഇത്രമാത്രം ഇവരെ ആക്ഷേപിക്കാനുള്ള കാരണം, ഇവർക്ക് എതിരെ പറയാനുള്ള കാരണം? വഹാദാ ഫീ ഗായത്തിൽ മുഹാറബത്തി ലില്ലാഹി വലി ഹിസ്ബിഹിൽ മുഅ്മിനീൻ. ഇവർ ചെയ്ത ഇപ്പണി, കുഴിയുണ്ടാക്കിയതിൽ തീയിട്ടിട്ട് വിശ്വാസികളാകുന്ന ആളുകളെ ആ തീയിലേക്ക് ഇട്ട് അവരെ കൊന്നുകളയുക എന്ന ഈ ഏർപ്പാട് ഇവർ അള്ളാഹുവിനോട് ചെയ്ത ഏറ്റുമുട്ടലാണത്. വിശ്വാസികളോടുള്ള ശക്തമായ ഒരു ഏറ്റുമുട്ടലാണ്, ഒരു യുദ്ധമാണത്. ഈ കാരണത്താൽ ലഅനഹുമുല്ലാഹു വഅഹ്ലകഹും വതവഅദഹും. ഇതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ ശപിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തത്. അല്ലാഹു തആല പറഞ്ഞത് ആ കിടങ്ങിന്റെ ആളുകൾ നശിച്ചു പോകട്ടെ എന്ന് പറയാനുള്ള കാരണം. ആ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. ആ കിടങ്ങിന്റെ ആളുകൾ ആരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വിശ്വാസികളെ അവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആളുകളെ വലിയ കിടങ്ങുണ്ടാക്കി അതിൽ തീയിട്ട് വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ആ തീയിലേക്കിട്ട് കൊന്നുകളഞ്ഞ അക്രമികളാകുന്ന ആ സമൂഹത്തെയാണ്, അവിശ്വാസികളെയാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ ഉഖ്ദൂദിന്റെ ആ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ എന്ന്. ഇനി അല്ലാഹു തആല ആ കിടങ്ങിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം. ആ കിടങ്ങിനെയാണ് വിശദീകരിക്കുന്നത്. അന്നാരി ദാത്തിൽ വഖൂദ്. ആരാണ് ഈ അസ്ഹാബുൽ ഉഖ്ദൂദ്? അന്നാർ, തീയ്, ദാത്തിൽ വഖൂദ്, വിറക് നിറച്ച തീയിന്റെ ആളുകൾ. ഇദ്ഹും അലൈഹാ ഖുഊദ്. ഇദ്ഹും, അവർ ആ സമയം അലൈഹ, അതിന്റെ അടുക്കൽ, ഖുഊദ്, ഇരിക്കുന്നവരായിരുന്നു. അവർ അതിന്റെ അടുക്കൽ ഇരിക്കുന്നവരായ സന്ദർഭം മുകളിൽ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ചുറ്റും അവർ ഇരുന്ന് അവർ ആഹ്ലാദ തിമിർപ്പിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ്. വിശ്വാസികള് അതിലേക്ക്, ആ തീയിലേക്കിട്ട് മർദ്ദിക്കുമ്പോ, അവർ വേദന കൊണ്ട് പൊളയുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ അതിന്റെ ചുറ്റും ഇരുന്നു കൊണ്ട് ആഹ്ലാദിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. അതാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്, ഇദ്ഹും അലൈഹാ ഖുഊദ്. അവിശ്വാസികളാകുന്ന ആളുകൾ, ആ കുഫാറുകൾ അതിങ്കൽ ഇരിക്കുന്നവരായ സന്ദർഭം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വഹും, അവർ, അലാ മാ യഫ്അലൂന, അവർ പ്രവർത്തിക്കുന്ന ഒന്നിന്റെ മേൽ, ബിൽ മുഅ്മിനീന, വിശ്വാസികളെ കൊണ്ട്, സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്യുന്നതിന് ശുഹൂദ്, അവർ സാക്ഷികളായിരുന്നു, അവര് നോക്കി കൊണ്ടിരിക്കുന്നവരായിരുന്നു. മനസ്സിലായില്ലേ? അല്ലാഹു തആല പറയുന്നത്, അവരെ വിശ്വാസികൾ എങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്ത് അവിശ്വാസികൾ അതിന്റെ ചുറ്റും ഇരുന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്.
അതിനവർ ദൃക്സാക്ഷികളായിക്കൊണ്ടായിരുന്നു അവർ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ അസ്ഹാബുൽ ഉഖ്ദൂദ് നശിച്ചു പോകട്ടെ എന്നാണ് അള്ളാഹു തആല ശപിച്ചുകൊണ്ട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം, അവരുടെ കഥ അള്ളാഹു തആല വിവരിച്ചു കൊടുക്കാനുള്ള ഒരു കാരണമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, പ്രിയപ്പെട്ട പ്രവാചകനിൽ വിശ്വസിച്ച അവിടുത്തെ അനുചരന്മാർക്ക് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ അതിശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം, ആ സമയത്താണ് ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരാകുന്ന സ്വഹാബികൾ അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളും ഒക്കെ കേട്ടവരല്ലേ. സ്വഹാബി വനിതകൾക്ക് പോലും അതിമാരകമായ, നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള മർദ്ദനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ മഹാന്മാരാകുന്ന സ്വഹാബികൾ, സ്വഹാബി വനിതകൾ ഏൽക്കുകയുണ്ടായി. ക്രൂരമായ മർദ്ദനങ്ങളായിരുന്നു ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് സ്വഹാബികൾ സങ്കടപ്പെടുക പോലും ചെയ്തു. നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അവരുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് അള്ളാഹിന്റെ റസൂലിനോട് സ്വഹാബത്ത് പരാതിപ്പെട്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. അവർ വന്ന് ചോദിച്ചു, നബിയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ നബിയെ? ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലേ നബിയെ? അത്രത്തോളം സഹിക്കാൻ വയ്യാത്ത മർദ്ദനങ്ങൾ സ്വഹാബത്ത് സഹിച്ചു. ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ചരിത്രം നമ്മളൊക്കെ കേട്ടതായിരിക്കും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാൻ വന്ന, മർദ്ദനങ്ങൾ സഹിക്കാൻ വയ്യാതെ പരാതി പറയാൻ വന്ന സ്വഹാബത്തിനോട്, സ്വഹാബി വനിതമാരോട് അള്ളാഹിന്റെ റസൂല് കഴിഞ്ഞു പോയ വിശ്വാസികൾക്ക് നേരിടേണ്ടി വന്ന ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ മുമ്പ് സ്വഹാബത്തെ ചിലരുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികളിൽ. അവരെ ആ കാലഘട്ടത്തിലെ അവിശ്വാസികൾ അവരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി വാള് അവരുടെ തലയിൽ വെച്ച് 2 പിളർപ്പായി പിളർത്തിയിട്ടുണ്ട്. കുഴിയിൽ വെച്ചിട്ട് മൂർദാവിൽ കത്തി കൊണ്ട് വെട്ടി 2 കഷ്ടമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? സ്വഹാബത്തെ ഇസ്ലാമിലേക്ക് വന്നു എന്നതിന്റെ പേരിലാണ്, ഈമാനുള്ളവരായി മുഅ്മിനായി എന്നതിന്റെ പേരിലാണ് അവർ ആ ത്യാഗം സഹിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമെല്ലാം ജീവനുള്ള ശരീരത്തിൽ നിന്ന് പച്ച മാംസം തൊലിയടക്കം ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാന്തി പിളർത്തി ഊർന്നെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസികൾക്ക്. പക്ഷേ അങ്ങനെയൊക്കെയും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും, 2 കഷ്ടമായി അവരെ വെട്ടിപ്പിളർത്തിയപ്പോഴും, അവരുടെ ശരീരത്തിൽ നിന്ന് ഓരോ ശരീരം ഇങ്ങനെ മാന്തി പിളർത്തി രക്തം വാർന്നൊഴുകിയപ്പോഴും, പ്രിയപ്പെട്ട സ്വഹാബത്തെ, അവരുടെ വിശ്വാസത്തിൽ നിന്ന് അതോ ആ വേദനകളും മർദ്ദനങ്ങളും അവരെ തടഞ്ഞിട്ടില്ല. ഇങ്ങനെ മുൻകാലത്ത് സത്യവിശ്വാസികളായ ആളുകൾ സഹിക്കേണ്ടി വന്ന ദാരുണമായ ഒരു സംഭവമാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ, സത്യവിശ്വാസികളാകുന്ന ആളുകളെ ആ കുഴിയിലേക്കിട്ട് അവരെ ശക്തമായി മർദ്ദിച്ചിട്ടുണ്ട്. അത് കാണുമ്പോ ആ അവിശ്വാസികൾ കൂട്ടം കൂടിയിരുന്ന് ആഹ്ലാദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരെയും ആ തീക്കുണ്ടാരത്തിലേക്ക് ജീവനോടെ വലിച്ചെറിയുമ്പോഴും അത് കണ്ടിട്ടും ആ വിശ്വാസത്തിൽ നിന്ന് അവരാരും പിന്തിരിഞ്ഞിട്ടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. സ്വഹാബത്തിന്റെ ഈമാനിന്റെ വർധനവും കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് എന്ന ഈ ആയത്തുകളിൽ നിന്ന്, ഈ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവത്തിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായ കത്തിജ്വലിക്കുന്ന ആ തീക്കുണ്ടാരത്തിലേക്ക് സത്യവിശ്വാസികളായ ഏറ്റവും പാവപ്പെട്ട വിശ്വാസികളെ അവരുടെ ജീവനോടെ ഇട്ട് അഗ്നിക്ക് ഇരയാകുമ്പോ, ആ തീ വെന്ത് ഉരുകുമ്പോ അതിന്റെ ചുറ്റും ഇരുന്ന് ഇവർ പാവങ്ങൾ തീയിൽ എരിഞ്ഞു അമരുന്നത് കണ്ട്, പിടയുന്നത് കണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂര വിനോദം ചെയ്ത ഒരു ജനതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തിന്റെ പേരിലാണ് വിശ്വാസികൾക്ക് ആ പീഡനം അവിടെ സഹിക്കേണ്ടി വന്നത്, മർദ്ദനം സഹിക്കേണ്ടി വന്നത്? അവർ ഒരേ ഒരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. എന്താണത്? അവർ ചെയ്ത തെറ്റ്, അള്ളാഹുവിന്റെ ദീനിൽ അവർ ഉറച്ചു നിന്നു.
അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു, അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചു എന്ന ആ ഒരൊറ്റ കാരണത്താലാണ്, മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് ഈ പ്രയാസങ്ങളും മർദ്ദനങ്ങളും ഇവർക്ക് ഏൽക്കേണ്ടി വന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹത്തായ സന്ദേശം എന്താ അറിയോ? ഞാൻ നിങ്ങളൊക്കെ മുസ്ലിമായിട്ട് കാലങ്ങൾ എത്രയായി? വിശുദ്ധമായ ദീനിന് വേണ്ടി എന്ത് ത്യാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളും സഹിച്ചിട്ടുള്ളത്? എന്തെങ്കിലും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നോ? ഒരു തുള്ളി രക്തം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും ഒഴുക്കേണ്ടി വന്നിട്ടില്ല. അതിനുവേണ്ടി ഉറക്കൊഴിക്കേണ്ടി വന്നിട്ടില്ല, കല്ലേറ് കൊള്ളേണ്ടി വന്നിട്ടില്ല, പ്രയാസങ്ങളും മറ്റും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. വല്ലതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ തന്നെ അള്ളാഹുവിൽ തൗഹീദ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മറ്റുള്ളവരുടെ ചില ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരും. അവൻ പുത്തൻവാദിയാണ്, അവൻ മഹാന്മാരെ ഇകഴ്ത്തുന്നവനാണ്, നിബിതങ്ങളോട് സ്നേഹമില്ലാത്തവനാണ്, ഇങ്ങനത്തെ ചില ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നതല്ലാതെ മറ്റു മർദ്ദനങ്ങളൊന്നും എനിക്കും നിങ്ങൾക്കും സഹിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കണം എന്ന മഹത്തായ ഒരു പാഠം അള്ളാഹു തആല ഇതിലൂടെ, ഈ വിശ്വാസികളുടെ ഈ സംഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നാം പഠിക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടായാലും നിന്റെ വിശുദ്ധമായ ദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സന്മാർഗ്ഗം നൽകിയതിന് ശേഷം ഈ വിശുദ്ധമായ ദീനി വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കലും നീ മാറ്റിമറിക്കരുതേ, ഈ ദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസികളായി മരണപ്പെടുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته.